നമസ്കാരം. രാജ്യത്ത് മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. മെയ് 7-ാം തീയതിയാണ് രാജ്യത്ത് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ള 94 ലോക്സഭാ സീറ്റുകളാണ് ഇക്കുറി വിധിയെഴുതുക. തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, കർണാടക, മധ്യപ്രദേശ്, അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ, പശ്ചിമ ബംഗാൾ, ജമ്മു കാശ്മീർ, ദാദ്ര നഗർ ഹവേലി, ദമൻ, ദിയു എന്നിവിടങ്ങളിൽ പരസ്യ പ്രചരണവും അവസാനിച്ചിട്ടുണ്ട്. എന്തായാലും മൂന്നാം ഘട്ടത്തിൽ ചില പ്രമുഖരൊക്കെയും വിധി തേടുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്രത്തിലെ രണ്ടാമനായ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിലെ ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമാണ് ഇക്കുറിയും മത്സരിക്കുന്നത്. 1989 മുതൽ ഈ മണ്ഡലത്തിൽ BJP പരാജയം രുചിച്ചിട്ടേയില്ല. 2019 തെരഞ്ഞെടുപ്പിൽ 5.55 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അമിത്ഷാ ഇവിടെ നിന്നും വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയത്. എന്തായാലും പൂർണ്ണ ആത്മവിശ്വാസം ഈ ഗാന്ധിനഗർ മണ്ഡലത്തിൽ BJPക്ക് ഉണ്ട്. ഗുജറാത്തിലെ എല്ലാ സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് മൂന്നാം ഘട്ടത്തിൽ എന്നതും പ്രത്യേകതയാണ്. അടുത്ത ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് എന്നൊക്കെ പറയാവുന്നത് സമാജ്വാദി പാർട്ടിയുടെ ഡിംപിൾ യാദവ് ആണ്. ഡിംപിൾ യാദവ് ഉത്തർപ്രദേശിലെ SP-യുടെ കോട്ടയായ മെയിൻപുരിയിൽ നിന്നാണ് മത്സരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയുടെ സ്ഥാപകനായ മുലായം സിംഗിന്റെ മണ്ഡലമായിരുന്ന മെയിൻപുരി ഇപ്പോൾ മരുമകളുടെ കൈവശമാണ്. മരുമകൾക്ക് ഈ മെയിൻപുരി ഇക്കുറി സംരക്ഷിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് അവിടെ ഉയരുന്ന ചോദ്യം. അടുത്തതായി ഗുണ ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിലെ റാവു യദ്വേന്ദ്ര സിംഗിനെ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. 2019 തെരഞ്ഞെടുപ്പിൽ BJPയുടെ കൃഷ്ണപാൽ സിംഗ് സിന്ധ്യയെ പരാജയപ്പെടുത്തിയ ഒരു സീറ്റാണിത്. ഇവിടെയാണ് ഇക്കുറി സിന്ധ്യ BJPയുടെ സ്ഥാനാർത്ഥിയായി തന്നെ പോരിനിറങ്ങുന്നത്. ഇനി മധ്യപ്രദേശിലാവട്ടെ, അവിടെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹം വിദിഷ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമാണ് ജനവിധി തേടുന്നത്. സുഷമ സ്വരാജിന്റെ പഴയ മണ്ഡലമായിരുന്നു. ദില്ലിയിൽ BJPയുടെ ഉറച്ച കോട്ട തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ കുറഞ്ഞതൊന്നും ചൗഹാനും പ്രതീക്ഷിക്കുന്നില്ല. അടുത്തത് വളരെ രസകരമായ ഒരു പോരാട്ടമാണ്. ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെ ബരാമതി സീറ്റിൽ നിന്നും ജനവിധി തേടുന്നുണ്ട്. ഇവിടെ നമുക്ക് പവാർ വേഴ്സസ് പവാർ മത്സരമാണ് നടക്കുന്നതെന്ന് പറയാം. കാരണം ഇവിടെ സുപ്രിയയുടെ എതിരാളിയായി എത്തുന്നത് സ്വന്തം അമ്മായിയായ സുനേത്ര പവാർ ആണ്. നമുക്കറിയാം അജിത് പവാറിന്റെ ഭാര്യയാണ് സുനേത്ര പവാർ. അവരാണ് സുപ്രിയയെ എതിരിടാൻ പോകുന്നത്. ബാരാമതിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളൊക്കെയും കഴിഞ്ഞ ഒരു വർഷങ്ങളിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേട്ടങ്ങളുടെയൊക്കെ ക്രെഡിറ്റ് ഏത് NCP സ്വന്തമാക്കും എന്നുള്ള വലിയ സസ്പെൻസ് കൂടി ബാരാമതിയിൽ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി പ്രശസ്തരാണ് അവർ ജനവിധി തേടാൻ ഒരുങ്ങുന്നത്. തീർച്ചയായും ശക്തമായ പോരാട്ടം തന്നെയായിരിക്കും മൂന്നാം ഘട്ടത്തിലും നടക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.